നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിനക്ക് ശരിക്കും അയാളോട് ലവ് ആണോ? കോടീശ്വരനാ, കോടീശ്വരൻ. പാർവതി, ദൈവമേ, ദൈവമേ, ദൈവമ്മ കരയാണോ? എന്തിനാ കരയുന്നത്? ഡി, അവൾ ആരോടാ സംസാരിക്കുന്നേ? പോലീസുകാര് പറഞ്ഞത് സത്യം തന്നെയാ. അവക്ക് മയക്കുമരുന്ന് കിട്ടാത്തതിന്റെയാ. ഇത്രയും സങ്കടപ്പെട്ട് ദൈവമേ ഞാൻ മുന്നേ കണ്ടിട്ടേ ഇല്ല. വിശാൽ സാറ് ആശുപത്രിയിലായതിന്റെ സങ്കടാണോ? പേടിക്കാനൊന്നുമില്ല ദൈവമേ. വിശാൽ സാറ് ഇപ്പൊ ആശുപത്രിയിലല്ല, വിപിന്റെ കൂടെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയാ ദൈവമ്മയ്ക്ക് വിശാൽ സാറിനെ കാണാലോ. എന്നിട്ടും ദൈവമ്മ കരയാണല്ലോ. അയാള് വിശാൽ സാറിനെ വെടിവെക്കൊന്ന് പേടിച്ചിട്ടാണോ? പേടിക്കണ്ട ദൈവമേ. ഇത്രയും ആപത്തുകളിൽ നിന്നും വിശാൽ സാറിനെ ഞാൻ രക്ഷിച്ചില്ലേ? അതുപോലെ ഈ വരാൻ പോകുന്ന ആപത്തിൽ നിന്നും ഇനിയും വിശാൽ സാറിനെ ഞാൻ രക്ഷിക്കും. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഉദയന്നൂരമ്മ എനിക്കൊരു വഴി കാണിച്ചു തരും. ദേവമ്മ പേടിക്കണ്ട. വിശാൽ നിന്റെ ഭർത്താവാ. വിശാലിനെ നീ എങ്ങനെയും രക്ഷിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ മോളെ, എന്റെ ഭർത്താവിനെ ആര് രക്ഷിക്കും? ദേവമ്മ, അദ്ദേഹത്തിന് വലിയൊരു ആപത്ത് വരാൻ പോവാ മോളെ. എല്ലാ കടമകളും തീർത്ത് ദൈവം നിശ്ചയിച്ച ആയുസ്സെത്തും വരെ ഭൂമിയിൽ ജീവിച്ച അദ്ദേഹം എന്റെ അരികിലേക്ക് വരുന്നത് എനിക്ക് സന്തോഷം തന്നെയാ. പക്ഷേ അങ്ങനെയല്ല സംഭവിക്കാൻ പോകുന്നത്. എന്നെ പോലെ ദൈവം നിശ്ചയിച്ച ആയുസ് തീരും മുൻപേ ഈ ഭൂമി വിട്ടു പോകേണ്ടി വരാം. അദ്ദേഹത്തിന്റെ നേർക്ക് വലിയൊരു ആപത്ത് വരാനിരിക്കുക. പേടിക്കണ്ട ദേവമ്മ. എന്റെ അച്ഛൻ പോയതിനു ശേഷം ഞാൻ അത്രയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അച്ഛ എന്ന് വിളിച്ചത് അദ്ദേഹത്തെയോ? അച്ഛന്റെ നേർക്ക് വരുന്ന ആപത്തുകളുടെയൊക്കെ മുന്നിൽ ഞാൻ പോയി നിൽക്കും. പക്ഷേ മോളെ, നീ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല അത്. ഉദയന്നൂരമ്മ കൂടെ ഉള്ളപ്പോ ഞാൻ എന്തിനാ ദൈവമേ പേടിക്കുന്നത്? എന്റെ ചിത്രത്തിന് മുന്നിൽ നിന്ന് മോള് ദീപം തെളിയിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അതുപോലെ എന്റെ ഭർത്താവിന്റെ ചിത്രത്തിന് മുന്നിലും ദീപം തെളിയിക്കുന്നത് എനിക്ക് കാണേണ്ടി വരരുതെന്ന എന്റെ പ്രാർത്ഥന. ദേവമ്മയ്ക്ക് ഞാൻ വാക്ക് തരുന്നു. ഉദയന്നൂരമ്മയുടെ സഹായത്തോടെ അച്ഛന്റെ നേർക്ക് വരുന്ന ആപത്തുകളെ തട്ടി നീക്കാൻ എനിക്ക് കഴിയും. ദേവമ്മയുടെ പ്രാർത്ഥന ഉണ്ടായാൽ മാത്രം മതി. നിന്റെ ഈ വാക്കുകളാ എന്റെ ധൈര്യം. നിന്നെ കൊണ്ടേ ബ്രോ പറയിപ്പിച്ചോളും സകല സത്യങ്ങളും. അത് കഴിയുമ്പോ നീ ജീവനോടെ ഉണ്ടായാൽ അത് നിന്റെ ആയുസിന്റെ ബലം. പാർവതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യം നീ എന്തിനാ വിശാലിനോട് പറഞ്ഞത്? അവന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല എന്ന് നിനക്കറിയില്ലേ?
പാർവതിക്ക് ഒരു പ്രശ്നം ഉണ്ടായ അതവളുടെ ഭർത്താവിനോടല്ലാതെ വേറെ ആരോടാ ഞാൻ പറയണ്ടേ? അമ്മ പറഞ്ഞില്ലേ വിശാൽ ബ്രോയുടെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ലെന്ന്. പോലീസിനെ വിളിച്ചു വരുത്തുന്നതിന് മുമ്പേ അമ്മ അത് ഓർക്കണമായിരുന്നു. പാർവതി കുഴപ്പത്തിലായ വിശാൽ ബ്രോയുടെ മനസ്സ് വേദനിക്കുമെന്ന്. അപ്പൊ തല്ലിട്ടേണ്ടത് ആർക്കാ? ആർക്കാ? അമ്മയ്ക്ക് തന്നെയാ. തൊട്ടു പോരുതവളെ. പ്രഭാവതി, കയ്യാങ്കളി വേണ്ടെന്ന് പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാർവതിയോട് നിങ്ങൾ നെറുകേട് കാണിച്ചിട്ട് വിശാലിൽ നിന്ന് അത് മറച്ചു വെച്ചു. അതായിരുന്നില്ലേ നിങ്ങളുടെ ഉദ്ദേശം? വിശാലിന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ലെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? വിശാലിന്റെ മാത്രമല്ല, ഒരാളുടെ മനസ്സ് വേദനിക്കാൻ പാടില്ല. തുടങ്ങി സാരോപദേശം. കർമ്മഫലം എന്ന് കേട്ടിട്ടില്ലേ? എന്തു കൊടുത്താലും അതേ അളവില് തിരിച്ചു കിട്ടും. ഒരിക്കലും ഒന്നിനെ അഹങ്കരിക്കരുത് പ്രഭാവതി. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഗുരുത്വാകർഷണം. എത്ര ഉയരെ പോയാലും താഴെ വീണിരിക്കും. പാർവതിയോട് ചെയ്ത മഹാപാപത്തിന് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഒത്താശ ചെയ്തവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചവരും എല്ലാരും അനുഭവിക്കേണ്ടി വരും. നീ പറഞ്ഞത് ശരിയാ. മഹാപാപം ചെയ്തവര് അനുഭവിക്കേണ്ടി വരും. അവരിപ്പോ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പോലീസ് സ്റ്റേഷനിൽ വെച്ച്. വിശാല് നിന്റെ ഭാഗത്ത് നിൽക്കുന്നുള്ള ധൈര്യത്തിലല്ലേ നീ ഈ കളിയൊക്കെ കളിച്ചത്? നീ മനസ്സിലാക്കാതെ പോയൊരു സത്യമുണ്ട്. പെറ്റമ്മ വാക്കു പാലിച്ചില്ലെന്ന് പറഞ്ഞ് ഗായത്രി ചേച്ചിയുടെ ഫോട്ടോയിലേക്ക് പോലും നോക്കാതെ വിശാല് ജീവിച്ചത് 1-2 വർഷമൊന്നുമല്ല, 16 വർഷമാ. പക്ഷെ ഇപ്പോ ഗായത്രി ചേച്ചിയെ തൊഴുതുകൊണ്ടാ അവന്റെ ഒരു ദിവസം തുടങ്ങുന്നത്. പാർവതി അവനെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവാണത്. പാർവതിക്ക് നൊന്താ വിശാല് ചോദിക്കാൻ വരും. പ്രഭാവതി ഒരുങ്ങിയിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.